കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഇന്ത്യ ഹോങ്കോങ് മത്സരത്തിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകുന്നതിന് സാവകാശം ചോദിച്ച് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്പോസിറ്റ് തുകയായ 25 ലക്ഷം രൂപ മുഴുവനായും അടയ്ക്കാതെ സ്റ്റേഡിയം വിട്ടുതരില്ലെന്നാണ് GCDA നിലപാട്. വാടക തുകയായി 3,54,000 രൂപ KFA അടച്ചിട്ടുണ്ട്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിപിൻ സി, ഇന്നലെ അവിടെ ഇന്ത്യൻ ടീമിന്റെ കോച്ചിനെയും താരങ്ങളെയും അടക്കം മീഡിയ റൂം പൂട്ടി പുറത്തിറക്കി വിട്ടതാണ് ഇത് GCDA. ഇന്നിപ്പോൾ ഈ KFAയുടെ അഭ്യർത്ഥന പോലും പരിഗണിക്കുന്നില്ലേ അവർ? ഗോകുല, കടുംപിടുത്തം ഇപ്പോഴും GCDA തുടരുന്നു എന്നുള്ളതാണ്. ഈ ചൊവ്വാഴ്ചയാണ് ഇന്ത്യ ഹോങ്കോങ് ഇന്റർനാഷണൽ മത്സരം കലൂർ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനമാണ് ഇന്നലെ നടക്കാനിരുന്നത്. അതിലായിരുന്നു പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ കോച്ച്, സീനിയർ കോച്ചായിട്ടുള്ള ഖാലിദ് ജമീൽ തന്നെ വന്നിരുന്നത്. പക്ഷേ ഈ പണം കൊടുക്കാത്തത് കൊണ്ട്, അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാതെ സ്റ്റേഡിയത്തിൽ വാർത്താ സമ്മേളനം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരെ ഇറക്കി വിടുകയും ഒപ്പം ആ സ്റ്റേഡിയം പൂട്ടിയിടുകയും ചെയ്തത്. ഇപ്പോഴും ആ കടുംപിടുത്തമാണ്. അതായത് ഇപ്പോൾ ആ സ്റ്റേഡിയത്തിന്റെ വാടക തുകയായ 3,54,000 രൂപ കേരള ഫുട്ബോൾ അസോസിയേഷൻ അടച്ചു കഴിഞ്ഞു. അതിനുശേഷം ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 25 ലക്ഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കളി അനുവദിക്കൂ എന്നുള്ളതാണ് GCDAയുടെ നിലപാട്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് ഈ തുക നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് KFA എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയുന്നത്. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുമെന്നും കളി നടക്കും എന്നുള്ളതുമാണ് KFA ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടിയുണ്ട്. അതിനുള്ളിൽ 25 ലക്ഷം കൂടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കളി നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് GCDA ഇപ്പോഴും പറയുന്നത്. അതിലൊരു അനുനയ നീക്കങ്ങൾ നടക്കുന്നില്ല. ഈ പണം കൊടുത്ത് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് KFA നടത്തുകയും ചെയ്യുന്നത്. ഇതിനു മുൻപ് നമുക്കറിയാവുന്ന പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ് മീറ്റ് അടക്കം അവിടെ മുടക്കിയതാണ്. കളി മുടങ്ങിയാലും കടുംപിടുത്തം വിടില്ല എന്ന നിലപാടിലാണ് GCDA നിൽക്കുന്നത് ഇപ്പോഴും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.